എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെ ചിത്രം എന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിലുള്ള ചിത്രം വരച്ച് ഉപജീവന മാർഗം നടത്തുന്ന ഒരു ചിത്രകാരി. അപ്പോൾ ആ പുള്ളിക്കാരത്തി ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് പുള്ളിക്കാരത്തിയുടെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തട്ടം ഉപേക്ഷിക്കുകയാണ് എന്നും പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരത്തി രംഗത്ത് വന്നത്. കാരണം അതിന് അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും അവർക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. അവരുടെ കുട്ടികൾക്കും അവർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിൻ്റെ പേരിൽ ഇനി അവർ തട്ടം ഇടുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ തട്ടം ഉപേക്ഷിക്കേണ്ടതായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് ഇവർ വൈറലായി നിന്ന സമയത്ത് തന്നെ ഈ തട്ടത്തിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈ തട്ടം തലയിലിട്ടിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറുന്നതിനെ ചൊല്ലി പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു സമയത്ത് വേണമെങ്കിൽ അവർക്കത് ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ അപ്പോൾ ആ ഒരു സമയത്ത് അവരത് ചേർത്ത് പിടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ ഈ തട്ടം ഉപേക്ഷിച്ചതിനെ കുറിച്ചിട്ട് കൂടുതൽ ആളുകളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ അവരുടെ ചിത്രം വരെയാണല്ലോ ഇവർക്കുള്ള ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തിരി കുറവായതുകൊണ്ട് ഹൈന്ദവരിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ തട്ടം ഉപേക്ഷിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറുന്നതിനോട് നല്ലൊരു കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലരുത്, കോപ്രായങ്ങൾ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ശ്രീകൃഷ്ണ ജയന്തിക്ക് അങ്ങോട്ടേക്ക് പുറപ്പെടാനുള്ള അടവാണോ ഇനി? കാരണം തലയിൽ തട്ടം ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ തന്നെ അവരവരുടെ മതത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നല്ലേ ആ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പുള്ളിക്കാരത്തി ഇപ്പോൾ വലിയ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് അവരെല്ലാവർക്കും ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവർ പെരുന്നാൾ അടിച്ചു പൊളിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഉപ്പയുടെ ഉമ്മയുടെ അടുത്തേക്ക്. പെരുന്നാളില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പിന്നെ പോവേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തോ അവർ പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ പറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് അവരിങ്ങനെ മാങ്ങ പറിച്ചപ്പോൾ അതിൻ്റെ ചൊന കണ്ണിൽ വീണോ എന്നുള്ള ഡൗട്ടിൽ അവരപ്പോഴേ തന്നെ വിളിച്ചത് അല്ലാ എന്നാണ് അവർ വിളിച്ചത്. അതുപോലെ തന്നെ അവരുടെ തുണി അടുക്കി പെറുക്കി വയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്തും അവർ അല്ലാ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കുട്ടിക്കാലം മുതൽക്കേ അവർ ശീലിച്ച് പോയതുകൊണ്ട് അവർക്കൊരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മതമില്ല, ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞിട്ട് മറുവശത്ത് ഇരുന്ന് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ എന്തല്ലേ? അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അത് അവരുടെ സൗകര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ചെയ്തികളെ പലരും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മതപണ്ഡിതന്മാരൊക്കെ ആകുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ചാനലിൽ വന്നിട്ട് അവർ പറയും. അത് സ്വാഭാവികം മാത്രമാണ്. അതുപോലും ചിന്തിക്കാണ്ട് ആരെന്ത് പറഞ്ഞാലും എടിപിടിയെന്നും പറഞ്ഞ് വിമർശിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഈ പറയുന്ന സ്ത്രീ. അപ്പോൾ ഹസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കേസ് കൊടുക്കാൻ പോകുന്ന ഒരു പ്രവണതയുള്ളൊരു ലേഡിയാണ് ഇവർ. അപ്പോൾ ഹസൻ പറഞ്ഞ ചില വാക്കുകൾ കേട്ടിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഹസൻ വളരെ മാന്യമായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. എന്നാൽ അവരാണെങ്കിൽ പാവം ഹസൻ്റെ മരണപ്പെട്ടു പോയ ഉപ്പയെയും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കുഴിമാടത്തെയൊക്കെ വളരെയധികം അപമാനിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ അത്രയും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള അവരുടെ സംസാരം നമുക്ക് കേട്ടിട്ട് വരാം. ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ മതത്തിന്റെ പേരിൽ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തട്ടം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. എന്നിട്ടും എന്നെ വെറുതെ വിടാത്ത കുറച്ച് ഹസന്മാരുണ്ട്. അപ്പോൾ ഈ ഹസൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, മതത്തിന്റെ പേരും പറഞ്ഞ്. സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂവിൽ മാന്യമായിട്ട് സംസാരിക്കുന്നല്ലേ. എടാ ഹസ, മാന്യത കൊടുക്കേണ്ട ആൾക്കാരുടെ മുമ്പിൽ മാന്യമായിട്ട് തന്നെ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. നീ പേടിക്കണം, നിന്റെ സ്ഥല ലൊക്കേഷൻ ഒന്ന് വിട്ടേക്ക്, ഞാൻ നാളെ നിന്നെ കാണാനും വരാം. അടിച്ച് നിന്നെ നേരിട്ട് കണ്ട അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും കേട്ടോ. ശ്മശാനത്ത് കിടക്കുന്ന തന്തയുടെ മോനെ. ഹലോ ജസ്ന സലീം, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ പേര് ഹസൻ എന്നാണ്, സ്ഥലം കരുനാപ്പള്ളി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പം ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുന്നത് മാന്യമായിട്ടായിരിക്കുമോ അതോ തന്തയ്ക്കും തലയ്ക്കും വിളിച്ചിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല.
നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ ചാനലുകാർ വിളിക്കുമ്പോഴും ഈ മറ്റുള്ളവർക്കൊന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ മാന്യമായ ഭാഷയിലും സഭ്യമായ ഭാഷയിലും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ എന്നെപ്പോലെയുള്ളവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങൾ, അത് ഞാൻ തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന ചോദ്യങ്ങളല്ല, നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വീഴുന്ന തെറ്റുകൾ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നിങ്ങൾ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് തെറിയാണ് വിളിക്കുന്നത്, മറുപടി ഒന്നും പറയാറില്ല. അപ്പോൾ ഏതായാലും ചോദ്യം ഇതാണ്, നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു, പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇനി മുസ്ലിങ്ങളുമായിട്ട് ആ മതവുമായിട്ടോ ആ വിശ്വാസമായിട്ടോ ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. നല്ല കാര്യം, അതിനുള്ള സ്വാതന്ത്ര്യം ബിസിനസ് സലീമിനുണ്ട്, ഭരണഘടന അത് തരുന്നുണ്ട്. നമുക്ക് ആർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ഉപേക്ഷിക്കാം, വീണ്ടും സ്വീകരിക്കാം, ഉപേക്ഷിക്കാം, ഇതൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി, ഓക്കെ, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മുസ്ലിം സ്ത്രീകൾ ഈ തട്ടം ഇടുമ്പോഴാണല്ലോ നമ്മളൊക്കെ മുസ്ലിങ്ങളാവുക, ആ തട്ടം ഉപേക്ഷിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളല്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ബിസിനസ് സലീം മദ്രസയിൽ 3-ാം ക്ലാസ് വരെയെങ്കിലും വേണ്ട 4-ാം ക്ലാസ് വരെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളും അറിവില്ലായ്മയും പറയില്ലായിരുന്നു. ഒരു പുരുഷൻ മുസ്ലിം ആവുന്നത് സുന്നത്ത് ചെയ്യുമ്പോഴും ഒരു സ്ത്രീ മുസ്ലിം ആവുന്നത് തട്ടമിടുമ്പോഴുമല്ല. നിങ്ങൾ ആദ്യം അത് പഠിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചുക്ക് പറയാതെ ഈ മതത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ജസ്ന സലീം കോടാനുകോടി സമ്പാദിച്ചെന്ന് പറഞ്ഞാലും നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസാക്ഷി ഉള്ളവർക്ക് ഒരു മനസാക്ഷി കുത്ത് അനുഭവപ്പെടും. 1. 2, നിങ്ങൾ പെരുന്നാൾ ആശംസ മുസ്ലിങ്ങൾക്ക് കോയാമാർക്കിത എൻ്റെ വക പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞു വന്നു. കോയാമാരെന്ന് ഉദ്ദേശിച്ചത് ചിലപ്പം ജസ്ന സലീമിൻ്റെ വാപ്പ അടക്കമുള്ള ഉമ്മ അടക്കമുള്ള മുസ്ലിം വിശ്വാസി സമുദായത്തെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള മുസ്ലിങ്ങൾക്ക്, ഞങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ ജസ്ന സലീമിനെ പോലെ കപട വിശ്വാസി അല്ലാത്ത ഞങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങൾക്ക് ജസ്ന സലീമിൻ്റെ പെരുന്നാൾ ആശംസയോ റംസാൻ ആശംസയോ ആവശ്യമില്ല. നിങ്ങളുടെ നിഴൽ പോലും ഈ സമുദായത്തിൻ്റെ നേർക്ക് വരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. മനസ്സിലായോ? നിങ്ങൾ പോയി ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിങ്ങൾ പോയി. ഇനി നിങ്ങളുടെ ആശംസയും വേണ്ട, നിങ്ങളുടെ അനുമോദനങ്ങളും വേണ്ട, നിങ്ങളുടെ അഭിനന്ദനങ്ങളും ഈ സമുദായത്തിന് വേണ്ട. വേണ്ട, നിങ്ങളുടെ അനുമോദനങ്ങളും വേണ്ട, നിങ്ങളുടെ അഭിനന്ദനങ്ങളും ഈ സമുദായത്തിന് വേണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ആരാണെന്ന്. അല്ലേ, ഞാനും ഈ സമുദായത്തിലെ ഒരു അംഗമാണ്. താങ്കളെ പോലെ ഉള്ളവർ ഈ മതത്തിനെതിരെ നടത്തുന്ന തെറ്റിദ്ധാരണകളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ ബാധ്യസ്ഥരായ ഒരാളാണ്. പിന്നെ ഇന്റർവ്യൂവിൽ ജസ്ന സലീം പറഞ്ഞിരുന്നു, ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ ഞാനാണ് എന്ന് പറയരുതെന്ന്. കാരണം അദ്ദേഹത്തിന് ദുബായിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട്. ഇതിനേക്കാളും ഗതികെട്ട ഒരവസ്ഥ ജസ്ന സലീമിനെ നല്ല ആർക്കും വരാതിരിക്കട്ടെ. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ പേര് പോലും മറച്ചു വെക്കേണ്ടി വരുന്നുവെങ്കിൽ എന്തിനാ ജസ്ന ഈ മേത്തന്മാരുടെ നാട്ടിൽ പോയി കിടന്ന് ഈ പണം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്ന സലീമിന് ഇവിടെ ഇഷ്ടംപോലെ പണം കിട്ടുന്നില്ലേ, ഇഷ്ടംപോലെ ജനപിന്തുണ കിട്ടുന്നില്ലേ? എന്തിനാണ് അയാൾ ഈ കോയാമാരുടെ നാട്ടിൽ പോയി കിടന്ന് പണം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ കാക്കാമാരുടെ നാട്ടിൽ പോയി കിടന്ന് പണം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ജസ്ന സലീമിനെയും കുടുംബത്തെയും വേട്ടയാടുന്ന ഈ കോയാമാരുടെ, ഈ തീവ്രവാദികളുടെ, ഈ ഭീകരവാദികളുടെ നാട്ടിലെ പണം പോയി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ജയ് സംഘശക്തി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ജസ്ന സലീം ഭർത്താവിനെ ബോധവൽക്കരിച്ച് തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയല്ലേ വേണ്ടത്? അതല്ലേ അന്തസ്സുള്ള ജീവിതം? ആലോചിക്കും. ഇതിന്റെ പേരിൽ എന്റെ മെക്കിട്ട് കയറിയിട്ട് എന്റെ തന്തയ്ക്ക് തിളക്കം വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എടാ മോനെ ഹസ്സ, നിനക്കുള്ള മറുപടി ഒരു അരമണിക്കൂറിനകം ഞാൻ തരാം കേട്ടോ. ഒരു അരമണിക്കൂർ ഹസ്സൻ ഒന്ന് ചത്തുപോയ തന്തനെ വിചാരിച്ചിട്ട് ഒന്ന് ക്ഷമിച്ച് നിൽക്ക്. എനിക്ക് ഇവിടുത്തെ തുലാണ്ട് സ്റ്റേഷനിൽ പോകേണ്ട ഒരു കാര്യം. ഇന്ന് നിന്റെ പേരിൽ ഒരു തീരുമാനം സ്റ്റേഷനിൽ എനിക്ക് എടുത്ത് തന്നിട്ടില്ല അച്ഛാ. ഞാൻ ഇന്ന് അവിടെ നിരാഹാരം കുത്തിരിക്കും. ഒരു അരമണിക്കൂർ ഹസ്സ, നീ ചത്തുപോയ തന്തന്റെ കപ്പറുമ്പുറത്തല്ല ശ്മശാനത്ത് പോയി വരുമ്പോഴേക്കും ഞാൻ മറുപടി തരാം കേട്ടോ. നല്ല സംസ്കാരം. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. തിരിച്ച് തന്തയ്ക്കും തളയ്ക്കും വിളിക്കും എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വോയിസ് അയച്ചത്. പിന്നെ നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മളെ കേസ് കൊടുത്ത് അകത്താക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ എന്നേക്കുമായി നശിപ്പിക്കും. നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നിങ്ങൾ കേവലം വ്യക്തിപരമായിട്ടല്ല, നിങ്ങൾ മുസ്ലിം സമുദായത്തിന് നേർക്കാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാനും ജസ്ന സലീമും തമ്മിൽ വ്യക്തിപരമായ ഒരു അലിഗേഷൻസും ഇല്ല. നിങ്ങൾക്ക് എന്നോടും വ്യക്തിപരമായ എന്തെങ്കിലും ഇത് ഉണ്ടാവേണ്ട ആവശ്യമില്ല. സമുദായത്തിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ജസ്ന സലീം ആ പരിപാടി അവസാനിപ്പിച്ചു കൊടുത്ത മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുക, ക്ഷമ ചോദിക്കുക, മുസ്ലിം സമുദായത്തോട് ക്ഷമ ചോദിക്കുക. അന്യമതസ്ഥരെല്ലാം നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന് ഖുർആനിൽ പഠിപ്പിക്കുന്നു, അല്ല മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞ ആളാണ് നിങ്ങൾ. പച്ചയായ മുസ്ലിം വിദ്വേഷ പരാമർശം അത് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, രേഖകൾ. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടുത്തെ കോടതി, ഹൈക്കോടതി, നിങ്ങൾ കലാപാഹ്വാനത്തിന് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയ കോടതി അത്തരത്തിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളാണെന്ന് കോടതി പോലും നിരീക്ഷിച്ച ആളാണ് നിങ്ങൾ. നിങ്ങളാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ജസ്ന സലീം എന്ന സ്ത്രീ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്ന നിങ്ങൾ എനിക്ക് മറുപടി എന്ന നിലയിൽ ന്യൂസ് 8 ചാനൽ നിങ്ങളുടെ റിപ്പോർട്ടറോട് പറയുണ്ടായി, ഇവർ തന്നെയാണ് ഹിന്ദു സമുദായത്തെ കുറ്റപ്പെടുത്തുന്നത്. ഞങ്ങൾ എവിടെയാണ് ഹിന്ദു സമുദായത്തെ കുറ്റപ്പെടുത്തിയത്? ഹിന്ദു സമുദായത്തെ കുറ്റപ്പെടുത്തിയ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ജസ്ന സലീമിന് കാണിച്ചു തരാം. ജസ്ന സലീം ഹിന്ദു സമുദായത്തെ മുസ്ലിം സമുദായത്തെ അപമാനിച്ച 100 കണക്കിന് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ മുമ്പ് നടത്തിയ വെല്ലുവിളി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. 10 ലക്ഷം രൂപ ജസ്ന സലീമിന് തരാം. അന്യമത വിശ്വാസികളൊക്കെ നരകത്തിലെ വിറകുകൊള്ളികളാണെന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നു. മദ്രസയുടെ പടി കണ്ടിട്ടില്ലാത്ത ജസ്ന സലീം മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. തെളിയിക്കാൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ജസ്ന സലീം? നിങ്ങൾ കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പേടിപ്പിക്കുക. നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഞങ്ങളെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്. ഞങ്ങളുടെ പൂർവികരുടെ ചരിത്രം നിങ്ങൾക്കറിയില്ല. നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കണം. ഞങ്ങൾ ഇവിടുത്തെ നിയമത്തെയോ പോലീസിനെയോ അധികാരവർഗത്തെയോ പേടിക്കുന്നവരല്ല. ഞങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ജസ്ന സലീമെ ഭീഷണിയുടെ സ്വരം നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ കുറേ കാലമായി ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ സമുദായത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾ, മദ്രസകളിൽ വർഗീയത പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പൊതുസമൂഹത്തിനോട് മാപ്പ് ചോദിക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം. നിങ്ങൾ എന്ന് എനിക്ക് അങ്ങനെ തെറ്റുപറ്റിപ്പോയി, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ജസ്ന സലീം മാപ്പ് ചോദിക്കുന്നുവോ അതുവരെ നിങ്ങളുടെ നുണപ്രചരണങ്ങൾ, നിങ്ങളുടെ വിദ്വേഷ പ്രചരണങ്ങൾ, നിങ്ങളുടെ വർഗീയ ധ്രുവീകരണം, നിങ്ങളുടെ വിഭാഗീയത മുഴുവൻ ഞങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും, പുറത്തു കൊണ്ടുവരും. അതിലൊരു തർക്കമില്ല, അതിലൊരു വിട്ടുവീഴ്ചയില്ല.
പിന്നെ ജസ്ന സലീം എൻ്റെ വാപ്പ ഖബറിലല്ല ശ്മശാനത്തിലെന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ കോഴിക്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഇസ്ലാഹുൽ മുസ്ലിമീൻ മഹലിൻ്റെ ആ ഖബർസ്ഥാനിൽ എൻ്റെ വാപ്പ അന്തി ഉറങ്ങിയാണ് കഴിഞ്ഞ 30-32 വർഷത്തോളമായി. അത് മുസ്ലിങ്ങളെ ഖബറടക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട, മരിക്കുന്നത് വരെയും ഏകദൈവത്തിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങളെ അടക്കുന്ന ഖബർസ്ഥാനാണ്. അവിടെയാണ് എൻ്റെ വാപ്പ അന്തി ഉറങ്ങുന്നത്. അല്ലാതെ ജസ്ന സലീമിനെ പോലെയോ ജസ്ന സലീമിൻ്റെ ഭർത്താവിനെ പോലെയോ വീടിൻ്റെ പിറകിൽ കുഴി കുത്തി അതിൽ കുഴിച്ചു മൂടപ്പെടേണ്ട അവസ്ഥ എൻ്റെ വാപ്പാക്ക് വന്നിട്ടില്ല. എൻ്റെ വാപ്പ അവിടെ അന്തി ഉറങ്ങാൻ. എൻ്റെ വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് മതങ്ങളെ തമ്മിലടിപ്പിച്ച ആളല്ല. എൻ്റെ വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഹൈന്ദവ മതവിശ്വാസികളുമായി സ്നേഹസമ്പർക്കം പുലർത്തിയിരുന്ന ആളാണ്. അല്ലാതെ അവരുടെ ദൈവങ്ങളെ വിറ്റ് കാശുണ്ടാക്കിയ ആളല്ല, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ അപമാനിച്ചിരുന്ന ആളല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഞാനായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ജസ്ന സലീം ചോദിച്ചതുപോലെയുള്ള പടുവിഡ്ഢിത്തരം ചോദിച്ച ആളല്ല. എൻ്റെ വാപ്പയ്ക്ക് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മതമില്ലാത്ത സഹോദരങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് സ്നേഹത്തിലും സാഹോദര്യത്തിലുമാണ് കഴിഞ്ഞു പോയത് എന്ന് വിചാരിച്ച് അവരെ ആരെയും സൂചിപ്പിക്കാൻ വേണ്ടി അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തിയിട്ടില്ല. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോയി കുർബാന കൂടിയിട്ടില്ല എൻ്റെ വാപ്പ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഒന്നും പാരമ്പര്യം അതല്ല. മനസ്സിലായോ? ജസ്ന സലീമിൻ്റെ വാപ്പ ഇപ്പോൾ ജസ്ന വരച്ച കൃഷ്ണന്റെ ചിത്രങ്ങൾ വണ്ടി പതിപ്പിച്ച് നടക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണത്. മനസ്സിലായോ? ജസ്ന സലീമിന്റെ വാപ്പ പണ്ട് കൃഷ്ണനെ വരച്ച് വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഹിന്ദുക്കളുമായി ചേർന്ന് പോകേണ്ടതെന്ന് കരുതി അവരുടെ ദൈവങ്ങളെ വിറ്റ് അവരെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും. ആ സംസ്കാരം ആ വാപ്പയ്ക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അത് മകൾക്ക് പകർന്നു കിട്ടിയത്. ആ വാപ്പയും മകളും നാളെ വീടിന്റെ പിറകിൽ കുഴി കുത്തി അതിൽ അടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കി എല്ലാവരെയും വിലയിരുത്തരുത്. ഞങ്ങൾക്ക് പറയാനൊരു പള്ളിയുണ്ട്, ഞങ്ങൾക്ക് പറയാനൊരു മഹലുണ്ട്. മനസ്സിലായോ? നിങ്ങളാണ് അഡ്രസ് ഇല്ലാത്തവർ. ഈ സമുദായത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ, ഈ സമുദായത്തെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അഡ്രസ് ഇല്ലാതായവരാണ് നിങ്ങൾ. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ പറയപ്പെട്ട സമുദായം, നിങ്ങളുടെ നാട്ടിൽ ഈ സമുദായം, ഈ നാട്ടുകാർ നിങ്ങൾക്ക് തരുന്ന വില എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ നാട്ടിൽ ഒരു പറ്റം വരുന്ന യുവാക്കൾ അസ്വസ്ഥരാണ്. നിങ്ങളെ ആ മഹലിൽ നിന്ന് പുറത്താക്കാത്തതിൽ വലിയ അമർശമുണ്ട്. അവിടെ അടുത്ത പൊതുയോഗത്തിൽ ജസ്ന സലീമിനെ പോലെയുള്ള ഒരു മുനാഫിക്കിന് ഒരു മുർത്തദിന് എന്തിന് ഈ മഹലിൽ വെച്ചോണ്ടിരിക്കുന്നത് ചോദ്യം ചോദിക്കാൻ ആർജവമുള്ള ചെറുപ്പക്കാർ അവിടെ ഉണ്ട്. അറിയാം നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക. ഒന്ന് സഹോദരി, നിങ്ങളുടെ ഇത്തരം നമ്പറുകളും പിപ്പിടികളും ഒന്നും നമ്മുടെ ചിലവാവില്ല. നിങ്ങളെ സൂചിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന അശ്വതി അടക്കമുള്ള മാധ്യമപ്രവർത്തകരുണ്ടല്ലോ. നിങ്ങളെ ചാനൽ ചർച്ചയിൽ ന്യൂസ് 8 ചർച്ചയിൽ വിളിച്ചിരുത്തിയ ശ്രീമതി അശ്വതിയെ പോലെ ജസ്ന സലീം എന്തോ വലിയ സംഭവമാണ്, വലിയ ഭവ്യതയോടുകൂടി അവർ സംസാരിച്ചല്ലോ. അതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെ ഭവ്യതയോടുകൂടി കാണേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഒരു സമുദായത്തിന്റെയും ആദരവ് അർഹിക്കാത്ത ഒരു സ്ത്രീയാണ്. നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാദ്യം മനസ്സിലാക്കുക. സ്വന്തമായ വ്യക്തിത്വമില്ലാത്ത ആർക്കും സംഭവിക്കുന്ന അധപ്പതനമാണ് ജസ്ന സലീമിന് സംഭവിച്ചത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക, കേസ് കൊടുക്കും കോടതിയിൽ. 100 കണക്കിന് കേസാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. നടപടി ഉണ്ടായിട്ടില്ല. അധികം വയ്യാതെ നടപടി ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന, 2 മതവിശ്വാസികളുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഒരു വിഷമായി, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു മാരക വൈറസായി ജസ്ന സലീം ഇവിടെ പ്രവർത്തിക്കുന്നു. അവരെ പൂട്ടണം, നിയമപരമായി അവരെ തടയണം, മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം എന്ന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് നടപടി വരുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക. നിന്റെ തന്ത ഏത് മറ്റെടുത്ത് കിടന്നുറങ്ങിയാൽ എനിക്കെന്താടാ? ആ ശ്മശാനത്ത് പോയി വാ, അതിനപ്പോൾക്ക് നിനക്ക് മറുപടി കിട്ടും കേട്ടോ. നിന്റെ തന്ത ഏത് മറ്റെടുത്ത് കിടന്നുറങ്ങിയിട്ട് എന്താ മോനെ? എല്ലാരും കൊണ്ടും നായിന്റെ മോനെ എന്ന് വിളിപ്പിക്കുന്നില്ല ഇനി. അത് പോരെടാ. എന്റെ വാപ്പ, ഞാൻ, അരുൺ എല്ലാരും നായിന്റെ മോനെ നല്ലേടാ നിന്നെ വിളിക്കുന്നത്, അല്ലാതെ പുണ്യാളന്റെ മോനെ നല്ലല്ലോ. അപ്പൊ നിന്റെ തന്തക്ക് നല്ല പേരാണെന്ന് മനസ്സിലായല്ലോ. ഏതായാലും ഞാൻ സ്റ്റേഷനിൽ കേൾപ്പിച്ചു കേട്ടോ. നീ പേടിക്കണം. നിന്റെ സ്ഥല ലൊക്കേഷൻ ഒന്ന് വിട്ടുതന്നേക്ക്. ഞാൻ നാളെ നിന്നെ കാണാനും വരാം. അടിച്ച് നിന്നെ നേരിട്ട് കണ്ടോ, അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും കേട്ടോ. ശ്മശാനത്ത് കിടക്കുന്ന തന്തയുടെ മോനെ. എന്നെ ജസ്ന സലീം എത്ര തന്തയ്ക്ക് വിളിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. അതിലെനിക്ക് എന്താ പറയുക, ഒരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ ജസ്ന സലീം സമൂഹത്തിലുണ്ടാക്കുന്ന വിഭാഗീയതയും സമൂഹത്തിലുണ്ടാക്കുന്ന ഗുരുതരമായ വർഗീയതയും ചോദ്യം ചെയ്യുന്ന ആളാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് തിരിച്ച് മറുപടി തരാതെ ജസ്ന സലീം എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാതെ ഇങ്ങോട്ട് തെറിയാണ് വിളിക്കുന്നതെങ്കിൽ ജസ്ന സലീമിന്റെ നാട്ടുകാർ മനസ്സിലാക്കട്ടെ, ആളുകൾ മനസ്സിലാക്കട്ടെ, പ്രത്യേകിച്ച് ഹൈന്ദവ സുഹൃത്തുക്കൾ മനസ്സിലാക്കട്ടെ. ജസ്ന സലീമിന്റെ കയ്യിൽ നിന്നും കൃഷ്ണന്റെ ചിത്രങ്ങൾ വാങ്ങി ഭവ്യതയോടുകൂടി ആരാധനയോടുകൂടി വീട്ടുകളിൽ പ്രതിഷ്ഠിക്കുന്ന സാധാരണക്കാരായ നിഷ്കളങ്കരായ ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കട്ടെ. ഇതുപോലെ ഒരുത്തിയിൽ നിന്നാണോ നമ്മൾ ചിത്രങ്ങൾ വാങ്ങേണ്ടത്? ഇത്തരത്തിൽ നാവിൽ തെറി അഭിഷേകം നടത്തുന്ന ഒരുത്തി വിളിക്കുന്ന കണ്ണാ എന്നുള്ള വിളിയിൽ നമ്മൾ വീഴണോ എന്ന് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ചിന്തിക്കട്ടെ. അത്രമാത്രം. പിന്നെ എന്റെ ലൊക്കേഷൻ കരുനാഗപ്പള്ളിയാണ്. കൊല്ലം ജില്ലയിൽ ജസ്ന സലീം കരുനാഗപ്പള്ളിയിൽ ഇറങ്ങുക. ഞാൻ ഇന്നടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരാം. അവിടെ വന്നിട്ട് ജസ്ന സലീമിൽ എന്നെ തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ കൈ വലിച്ചടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പേടിച്ചിട്ടായിരിക്കല്ലോ ആ സാധുവായ മനുഷ്യൻ നാട്ടിലേക്ക് വരാത്തത്. സലീം ഇങ്ങോട്ട് വരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതായിരിക്കല്ലോ. അപ്പൊ ഈ ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ കൈ വലിച്ചടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മനോരോഗമാണ്. അപ്പൊ എല്ലാ ആണുങ്ങളെയും ഇങ്ങനെ കൈ വലിച്ചടിക്കാം, കാല് മടക്കി ചവിട്ടാം എന്നൊക്കെയുള്ള ജസ്നയുടെ തോന്നൽ അത് വീട്ടിൽ നടത്തി വിജയിച്ചതുകൊണ്ടാണ്. ഭർത്താവിനെ കുറിച്ച് നിർത്തി കൂമ്പിലിരിക്കുക, വലിച്ച് ഭിത്തിയിലേക്ക് എറിയുക, കൈ വലിച്ചടിക്കുക, അതൊക്കെ വീട്ടിൽ ജസ്ന ചെയ്തിട്ടുണ്ടാവും. എന്ന് വിചാരിച്ച് നാട്ടിലിറങ്ങി എല്ലാ പുരുഷന്മാരെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും പുരുഷന്മാരെ പോയി തല്ലിയാൽ, ഇവൻ എന്നെ തന്നെ തല്ലാൻ കൈപൊക്കിയാൽ, പിന്നെ ഒരിക്കലും ജസ്ന സലീമിന് വാരി ചോറുണ്ണാൻ
ആ കൈ കാണണമെന്നില്ല വലത്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാവരെയും ഞാൻ വീട്ടിൽ കയറി തല്ലും ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഭീഷണിപ്പെടുത്തുന്ന ഈ ഗുണ്ടാ നിലവാരം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ജസ്ന സലീം ആ കവലയിലെങ്ങാനും പോയി നടത്തിയാൽ ചിലപ്പോൾ അതിലൂടെ 10 കാശ് ഉണ്ടാക്കാം. നമ്മുടെ ചിലവാകില്ല ജസ്ന സലീം. മാന്യമായി സംസാരിച്ചാലും ഇല്ലെങ്കിലും ജസ്ന സലീം എന്ന വർഗീയവാദിയെ, സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവളെ, മത വിഭാഗങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കാൻ രാവും പകലും കൃഷ്ണനെ മറയാക്കി അതൊരു ബിസിനസ് ആക്കി കൊണ്ട് നടക്കുന്ന ജസ്ന സലീം എന്ന കാളകൂട വിഷത്തെ തുറന്നു കാണിക്കും, പൊളിച്ചു കാണിക്കും, അതിനെ ഏതറ്റം വരെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ വീഡിയോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതേക്കുറിച്ചിട്ടുള്ള അഭിപ്രായം? ആരോടും ഒരു റെസ്പെക്റ്റും ഇല്ലാതെ എന്തും സംസാരിക്കുന്ന ഒരു ലേഡിയാണ് ഈ പറയുന്ന ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ജോലിയുണ്ട്, അവരെ ഒരുപാട് ആളുകൾ അറിയുന്നതാണ്, ഒക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഇതുപോലെയുള്ള വർത്തമാനങ്ങളാണ് ഇവരുടെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ പോലുള്ളവരെ മാതൃകയാക്കാനായിട്ടിരിക്കുന്നവരാണ് കൊച്ചുകുട്ടികൾ. പലപ്പോഴും ഇങ്ങനെ കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളെയൊക്കെ ഒരുപാട് ഇങ്ങനെ അനുകരിക്കുന്ന സ്വഭാവമുള്ളവരാണ്. ഇതുപോലെയൊക്കെയുള്ള വൃത്തികെട്ട വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ അവരെയൊക്കെ അനുകരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അത് മാത്രമല്ല, ഇവർ തട്ടം മാറ്റിയത് അതിനാണ് ഇതിനാണ് എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ തട്ടം മാറ്റിയതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ തട്ടം മാറ്റിയതിന് പിന്നിൽ മറ്റ് ഒന്നുമല്ല, മറ്റുള്ള ആളുകളുടെ തലയിൽ ഇതൊക്കെ കെട്ടിവച്ചിട്ട് സ്വയം രക്ഷപ്പെടാനുള്ളൊരു സൂത്രം മാത്രമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, തട്ടം മാറ്റിക്കഴിഞ്ഞപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ സാധിക്കുന്നു. അതിനുശേഷം നല്ല അട്ടിച്ച് പൊളി ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ തട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനൊക്കെ കുറച്ച് മാന്യത ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ തലയിൽ തട്ടം അവർക്കൊരു ഭാരമായിരിക്കണം. അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷം ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കൂടെ അവർ ആൽബം സോങ്ങിലൊക്കെ അഭിനയിച്ചു, റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തട്ടം മാറ്റിയതിന് ശേഷം ജീൻസ് പാൻറ്റൊക്കെ നേരത്തെ ഇടുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരുപാട് ഫ്രോക്കുകളൊക്കെ അവരുടെ ഡ്രസ്സിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു ഡ്രസ്സിലൊക്കെ. ഒരുപാട് മോഡേണായി ആള്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തട്ടം അതിനൊക്കെ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാവാം. അതിനുശേഷം പറഞ്ഞു വെക്കുന്ന വെപ്പ് മുഴുവനും പാവപ്പെട്ട നമ്മുടെ ഉസ്താദുമാരുടെ തലയിലും. എന്തല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.